ഹായ് സ്റ്റുഡൻസ്, 11ാം ക്ലാസ് കെമിസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ് ആണ് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എലിമെന്റ്സിന്റെ ആറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, അയനൈസേഷൻ എൻതാൽപ്പി, Electron gain enthalpy, electronegativity, oxidation states and chemical reactivity. ഇത്രയും പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് നമ്മളിപ്പം ഇവിടെ കാണുന്ന പീരിയോഡിക് ടേബിളാണ്. ഈ പീരിയോഡിക് ടേബിളിനകത്ത് എങ്ങനെയാണ് എലിമെന്റ്സ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പീരീഡിൽ പോകുമ്പോഴും അതുപോലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വേരി ചെയ്യുന്നു, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആറ്റോമിക് റേഡിയസ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറിൻ, 2 ക്ലോറിൻ ആറ്റം കൂടി ചേർന്ന് ഒരു ക്ലോറിൻ മോളിക്യൂളായി മാറിയിരിക്കുക. ഈ ക്ലോറിൻ മോളിക്യൂളിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 198 പൈക്കോമീറ്ററാണ്. 198. ഈ 198ന്റെ പകുതിയാണ് 99 പൈക്കോമീറ്റർ. ഹാഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് ദ ആറ്റോമിക് റേഡിയസ് ഓഫ് ക്ലോറിൻ. The bond distance in the chlorine molecule is 198 picometer and half this distance 99 picometer is taken as the atomic radius of the chlorine. നമ്മൾ atomic radius എന്ന കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. Atomic size can be find out by knowing the distance between the atoms in a combined state. To estimate the size of an atom of a non-metallic element, to measure the distance between the two atoms when they are bound together by a single bond in a covalent molecule, and from this value is bondil ninnu namukku covalent radius of the element can be calculated. adana atomic radius aanu nammal kandupidikkunnathu. For metals, we define the term metallic radius, which is taken as the half the internuclear distance separating the metal cores in the metallic crystal. Metalinde radius inde namukku parayana. The distance between two adjacent copper atom in solid copper is 256 picometer. അന്നേരം അതിൽ നിന്ന് മെറ്റാലിക് റേഡിയസ് നമുക്ക് മനസ്സിലാക്കാം 128 പൈക്കോമീറ്റർ ആണ്. 128 പൈക്കോമീറ്റർ ആണ് അതിന് പകുതി. Atomic radius to refer to both covalent or metallic radius depending on whether the element is a non-metal or a metal. Non-metal ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും atomic radius നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. Atomic radius can be measured by X-ray or other spectroscopic മെത്തേഡിലൂടെയാണ് atomic radius കണ്ടുപിടിക്കുന്നത്. കാരണം നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. അതിലന്നേരം എക്സ്റേ ഓർ അതർ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ atomic radius കണ്ടുപിടിക്കുന്നത്. ഇനി ആറ്റോമിക് റേഡിയസ് എങ്ങനെയാണ് ഒരു പീരിയോഡിക് ടേബിളിനകത്ത് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിനെ 7 പീരീഡ് ആയിട്ടും 18 ഗ്രൂപ്പായിട്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലേ. അന്നേരം എങ്ങനെയാണ് ആറ്റോമിക് റേഡിയസിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നത്, സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ദ ആറ്റോമിക് സൈസ് ജനറലി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. ശ്രദ്ധിക്കുക, ഒരു പീരീഡിനകത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അതിന്റെ ആറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നു. അതായത് നമ്മൾ സെക്കൻഡ് പീരീഡ് എടുക്കുക. സെക്കൻഡ് പീരീഡിൽ ആദ്യത്തെ എലമെന്റ് ആണ് സെക്കൻഡ് പീരീഡിനകത്ത് ലിഥിയം തൊട്ട് നിയോൺ വരെയുള്ള എലിമെന്റ്സ് ആണ് സെക്കൻഡ് പീരീഡിനകത്ത് കാണുന്നത്. അന്നേരം ഇവിടെ ലിഥിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ആറ്റോമിക് സൈസ് ഉള്ളത്. അങ്ങ് പോകുമ്പോൾ കുറഞ്ഞ് ആറ്റോമിക് സൈസ് കുറഞ്ഞു വന്ന് നിയോൺ ആകുമ്പോൾ ഏറ്റവും കുറവ് വരുന്നു. The atomic size decreases across a period as for the elements of the second period. It is because within the period the outer electrons are in the same valence shell and the effective nuclear increases as the atomic number increases. Atomic number increase ചെയ്യുന്നതനുസരിച്ച് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഈ പീരീഡിനകത്ത് എലമെന്റ് എന്ന് പറയുമ്പോൾ ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 1s2 2s1 അല്ലേ. അന്നേരം നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ 2s2 ആവുന്നു. ലിഥിയം കഴിഞ്ഞ് ബെർലിയം, അത് കഴിഞ്ഞ് ബോറോൺ വരുമ്പോൾ 2p1 പോവുക. 2p1 തൊട്ട് നമ്മൾ അടുത്ത എലമെന്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ p ഓർബിറ്റിലാണ് ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. പുതിയ ഷെല്ല് അവിടെ രൂപം കൊള്ളുന്നില്ല.
പുതിയ ഷെല്ല് രൂപം കൊള്ളാത്തതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഈ ബാലൻസ് ഇലക്ട്രോണിനെ അത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. അതാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരാനുള്ള കാരണം, ഡ്യൂ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. The result in increased attraction between the nucleus and the electron. Atomic radius decreases from left to right. ഓർക്കുക, ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ആസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസസ്. അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യാണ്. ഇനി ഗ്രൂപ്പിനകത്ത് എങ്ങനെയാണ്? ഗ്രൂപ്പിനകത്ത് നമുക്കറിയാം ഏറ്റവും മുകളിലുള്ള എലമെന്റിന് ഏറ്റവും ചെറിയ ആറ്റോമിക് റേഡിയസ് ആയിരിക്കും. താഴോട്ട് വരുന്നതും ആറ്റോമിക് റേഡിയസ് കൂടിക്കൂടി വരും. നിങ്ങൾ ഓർക്കാതെ എന്തായിരിക്കും കാരണം? ഗ്രൂപ്പിനകത്ത് പുതിയ ഷെല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതും ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ പുതിയ ഷെല്ലുകൾ അവിടെ രൂപം കൊള്ളുന്നു. അന്നേരം അവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാകുമ്പോൾ അവിടുത്തെ സൈസ് കൂടി വരുന്നു. ഓക്കെ, the atomic size generally decreases across a period. It is because within the period outer electrons are in the same valence shell and the effective nuclear charge increases as the atomic number increases. ഇത് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ആണ്. ലിഥിയം ഏറ്റവും ആറ്റോമിക് റേഡിയസ് ഇവിടെ കൂടുതലാണ്. ഇത് എങ്ങനെയാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്? ആറ്റോമിക് നമ്പറും ആറ്റോമിക് റേഡിയസും തമ്മിലുള്ള ഗ്രാഫാണ്. ഏറ്റവും കുറവ് ആറ്റോമിക് നമ്പർ ആണ് ലിഥിയത്തിന്റെ ആറ്റോമിക് റേഡിയസ് ഒന്ന് ശ്രദ്ധിച്ച് ഏറ്റവും കൂടുതലാണ്. അത് കഴിഞ്ഞ് ബെർലിയം, ലിഥിയത്തെക്കാളും ആറ്റോമിക് റേഡിയസ് കുറഞ്ഞു. ബോറോൺ അതിനേക്കാളും കുറഞ്ഞു. പക്ഷെ ആറ്റോമിക് നമ്പർ കൂടിക്കൂടി വരികയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആറ്റോമിക് നമ്പർ കൂടിക്കൂടി വന്നപ്പോൾ നമ്മളിവിടെ കാണുന്ന ഫ്ലൂറിനാണ് ഏറ്റവും കുറവ് ആറ്റോമിക് റേഡിയസ് ഉള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആറ്റോമിക് നമ്പർ ഉള്ളത് ആർക്കാണ്? ഫ്ലൂറിനാണ്. അന്നേരം ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? The atomic size decreases across a period. It is because within the period outer electrons are in the same valence shell. ഈ ലിഥിയം 1s2 ബെർലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ബോറോൺ 1s2 2p1, കാർബൺ 1s2 2p2, നൈട്രജൻ ആകുമ്പോൾ 2p3 ആകുന്നു, ഓക്സിജൻ ആകുമ്പോൾ 2p4 ആകുന്നു, മറ്റവിടെ 2p5 ആണ് ഫ്ലോറിനകത്തുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നത് പി സബ്ഷെല്ലിൽ തന്നെയാണ്. ബാലൻസ് ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ 2p ആണ്. ആ 2p സബ്ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോൺസ് വന്ന് നിറയുന്നത്. ഇലക്ട്രോൺസ് വന്ന് നിറയുമ്പോൾ പുതിയ ഷെല്ല് ഇവിടെ രൂപം കൊള്ളുന്നില്ല, 2pയിൽ തന്നെ വന്ന് നിൽക്കുക. അതുകൊണ്ടാണ് the period outer electrons are in the same valence shell and the effective nuclear charge increases as atomic number increases, resulting in the increased attraction of electrons to the nucleus. പുതിയ വാലൻസ് ഷെല്ല് അല്ലെങ്കിൽ പുതിയ ഷെല്ല് രൂപം കൊള്ളാത്തതുകൊണ്ട് ആ വാലൻസ് ഷെല്ല് 2pയിലെ വാലൻസ് ഷെല്ലിനെ ന്യൂക്ലിയസ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ അത് ചുരുങ്ങി പോകുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത് ലിഥിയത്തിന് ഏറ്റവും കൂടുതൽ ആറ്റോമിക് റേഡിയസ്, ഏറ്റവും കുറവ് ഫ്ലൂറിനും. ഓക്കെ, within a family or vertical column of the periodic table. Vertical column of the periodic table നമ്മൾ എന്നാ വിളിക്കുന്നത്? ഗ്രൂപ്പ്. ഓക്കെ, the atomic radius increases regularly with atomic number. ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും ആറ്റോമിക് നമ്പർ കൂടുക. ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ അവിടുത്തെ ആറ്റോമിക് റേഡിയസ് കൂടുന്നു ഗ്രൂപ്പിൽ. അന്നേരം വ്യത്യാസം ഓർത്തിരിക്കുക. പീരീഡിനകത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് നമ്പർ കൂടുന്നു. ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ പീരീഡിനകത്ത് ആറ്റോമിക് റേഡിയസ് കുറയുന്നു. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എലിമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ കൂടുന്നു, അതനുസരിച്ച് ആറ്റോമിക് റേഡിയസും കൂടുന്നു. എന്തായിരിക്കും കാരണം? നമുക്ക് അതിന് കാരണം ഇതാണ്. ഫോർ ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലജൻസ് ആസ് വി ഡിസെൻഡ് ദ ഗ്രൂപ്പ്, അതായത് താഴോട്ട് പോകുന്നതോറും ദ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഇൻക്രീസസ് ആൻഡ് ദ വാലൻസ് ഇലക്ട്രോൺ ആർ ഫർദർ അവേ ഫ്രം ദ ന്യൂക്ലിയസ്. അതായത് പുതിയ ഷെൽ ഉണ്ടാകുന്നു. This happened because the inner energy levels are filled with electrons which serve to shield the outer electrons from the pull of the nucleus. പുതിയ വാലൻസ് ഷെല്ലുകൾ ഇങ്ങനെ രൂപം കൊള്ളുമ്പോൾ അകത്തുള്ള ഷെൽസ് ഉണ്ട് അല്ലെ? അകത്തുള്ള ഷെൽസ്
ഇപ്പം 1s 2s 2p അത് കഴിഞ്ഞ് 3s ഉണ്ടാകുന്നു. അന്നേരം 3sന്റെയും ന്യൂക്ലിയസിന്റെ ഇടയ്ക്ക് ആരൊക്കെയുണ്ട്? 1s 2s 2p ഉണ്ട് അല്ലേ? ആ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണിന് ഒരു മറയായിട്ട് നിൽക്കുന്നു. സ്ക്രീനിങ് എഫക്ട് സ്ക്രീൻ ആയിട്ട് നിൽക്കുന്നു. ഈ സ്ക്രീൻ ഇങ്ങനെ നിൽക്കുന്ന കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആ ബാഹ്യ ഷെല്ലിലെ 3s ആണെങ്കിൽ 3sലെ ഇലക്ട്രോണിന് കൂടുതലായിട്ട് അത് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. This happened because the inner energy levels are filled with electrons which serve to shield the outer electrons from the pull of the nucleus. Consequently, the size of the atom increases. ന്യൂക്ലിയസിന് അധികം സ്വാധീനമില്ലാത്തതുകൊണ്ട് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ചുരുക്കാൻ പറ്റുന്നില്ല, അതിനെ കൺട്രാക്ഷൻ നടത്താൻ സാധിക്കുന്നില്ല. ആ കൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആറ്റോമിക് സൈസ് അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് കുറയുന്നത്. ഇവിടെ ഇപ്പം ന്യൂക്ലിയസിന് വാലൻസ് ഷെല്ലിലോട്ട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രീൻ ആയിട്ട് പലതരത്തിലുള്ള ആറ്റോമിക് ഓർബിറ്റൽസ് നിൽക്കുക. അതുകൊണ്ട് അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ സൈസ് അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് കൂടുന്നത്. കോൺസിക്വന്റ്ലി ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് ഇൻ ദ ആറ്റോമിക് റേഡിയേ. നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സ് ലിഥിയം, ഏറ്റവും ആറ്റോമിക് റേഡിയസും ആറ്റോമിക് നമ്പറും കൂടെ വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ് ആണ് ലിഥിയം. ലിഥിയത്തിന് ഏറ്റവും ആറ്റോമിക് റേഡിയസ് കുറവാണ്, ആറ്റോമിക് നമ്പർ കൂടി. സോഡിയം ആറ്റോമിക് നമ്പർ കൂടിയപ്പോൾ അവിടുത്തെ ആറ്റോമിക് റേഡിയസും കൂടുന്നു. അടുത്ത് പൊട്ടാസ്യം ആറ്റോമിക് റേഡിയസ് കൂടുന്നു. പൊട്ടാസ്യം കഴിഞ്ഞ അടുത്താണ് റുബീഡിയത്തിനും ആറ്റോമിക് റേഡിയസ് കൂടുന്നു. സീഷ്യവും കൂടി വരുന്നു. കാരണം നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനകത്ത് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ആറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. കാരണം എന്തായിരിക്കും? കാരണം പുതിയ ഷെല്ലിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ആറ്റോമിക് സൈസ് കൂടുന്നത്. ഇനി ഹാലജൻസ് നിങ്ങൾക്കറിയാം, ഹാലജൻസ് ഗ്രൂപ്പ് 17 അല്ലെ. ഹാലജനകത്ത് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതിനകത്ത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ആറ്റോമിക് റേഡിയസും ആറ്റോമിക് നമ്പറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവുള്ള ആളാണ് ഫ്ലൂറിൻ. അത് കഴിഞ്ഞ് ക്ലോറിൻ പിന്നെയും കൂടുക. അന്നേരം ഫ്ലൂറിനാണ് ഏറ്റവും ആറ്റോമിക് നമ്പർ കുറവ്, ആറ്റോമിക് സൈസും കുറവ്. ആർക്കാണ്? ഫ്ലൂറിന് തന്നെ. ക്ലോറിന് ആറ്റോമിക് നമ്പർ കൂടി, അന്നേരം ആറ്റോമിക് സൈസ് കൂടി. അതുപോലെ ബ്രോമിനും ആറ്റോമിക് നമ്പർ കൂടി, ആറ്റോമിക് സൈസും കൂടി. ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് അയഡിനാണ്. ഓക്കെ, നമുക്കന്നേരം നമുക്ക് പറയാൻ സാധിക്കും ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റോമിക് നമ്പർ കൂടുന്നു. ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ അവിടെ പുതിയ ഷെല്ലുകൾ ഉണ്ടാകുന്നു. പുതിയ ഷെല്ലുകൾ കൂടുന്നതനുസരിച്ച് ആറ്റോമിക് സൈസ് കൂടുന്നു. ഓക്കെ, അന്നേരം പീരീഡിനകത്തെയും ഗ്രൂപ്പിനകത്തെയും വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ആറ്റോമിക് റേഡിയസ് നമ്മൾ കണ്ടു. ഇനി അയോണിക് റേഡിയസ്. അയോണിക് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന് ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ ആയിട്ട് നിൽക്കും അല്ലെ. അതിന് ചാർജ് വരുവാണെങ്കിൽ അത് അയോൺസാണ്. എങ്ങനെയാണ് ചാർജ് വരുന്നത്? ഒന്നുകിൽ ആറ്റത്തിന് ഇലക്ട്രോൺ കിട്ടുവാണെങ്കിൽ അത് മൈനസ് ചാർജ് ഉള്ള അയോണായി മാറുന്നു. അയോണായി മാറുമ്പോൾ അതിന്റെ ചാർജാണ് മൈനസ്. അതായത് നൈട്രജൻ ആറ്റത്തിന് 3 ഇലക്ട്രോണെ കിട്ടിയപ്പോൾ N3 മൈനസ് എന്ന് പറഞ്ഞ ചാർജായി മാറി. ഇനി അന്നേരം ഇവിടെ അങ്ങനെ മൈനസ് ചാർജ് ഉള്ളതിനെ പറയുന്നവരാണ് ആനയോൺസ്. ഇനി ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കവിടെ പറയാൻ സാധിക്കും അതിന് അയോണിന്റെ പേരാണ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നവരാണ് കാറ്റയോൺസ്. എന്നാ പറയുന്നത്? കാറ്റയോൺസ്. അതായത് നമുക്ക് ഒരു ആറ്റത്തിന് 2 അയോൺസ് ആയി മാറുകയാണ്. ഒന്നെങ്കിൽ കാറ്റയോൺ ആകാം അല്ലെങ്കിൽ ആനയോൺ ആകാം. നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത് ഓക്സിജന്റെ ആനയോൺ O2-, സൾഫറിന്റെ ആനയോൺ ആണ് S2-. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആനയോൺ. ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസിനെയാണ് ആനയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ദ റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കാറ്റയോൺ. അതാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ഈ കാറ്റയോണിനും ആനയോണിന്റെയും സൈസ് എങ്ങനെയായിരിക്കും? നമ്മൾ ആറ്റത്തെ കമ്പയർ ചെയ്യുക, പേരന്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആനയോണിന്റെ സൈസ് പേരന്റിനേക്കാളും കൂടുതലായിരിക്കും, കാറ്റയോണിന്റെ സൈസ് പേരന്റിനേക്കാളും കുറവായിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു ഇലക്ട്രോൺ കിട്ടിയപ്പോൾ എന്താ സൈസ് കൂടിയെന്ന് ഓർക്കുക. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, എന്തായിരിക്കും അന്നേരം സംഭവം? സൈസ് കുറഞ്ഞെന്ന് ഓർക്കുക. അത് ഓർക്കാവല്ലോ. അന്നേരം കാറ്റയോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഇറ്റ്സ് പേരന്റ് ആറ്റം while an anion is always greater to its parent atom. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം.
ഇനി ഇത് ശരിയായ കെമിസ്ട്രി പറഞ്ഞാൽ എന്തായിരിക്കും? ആനിയോൺ സൈസ് വലുതാകാൻ കാരണം ഇലക്ട്രോൺ റിപ്പൽഷൻ. ആനിയോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുക അല്ലെ? ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഇലക്ട്രോൺ റിപ്പൽഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആനിയോണിന്റെ സൈസ് കൂടുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇപ്പൊ നിങ്ങൾ അയോൺസിന്റെ ആറ്റത്തിന്റെ 2 അയോൺസിനെയാണ് പരിചയപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു? ആനിയോണും കാറ്റിയോണും. ഇനി വേറൊരു ഇതും കൂടെ ഉണ്ട്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ 2 or more species with the same number of atoms, same number of valence electrons and the same structure. അങ്ങനെയുള്ളതിനാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അതായത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം കോൺസ്റ്റന്റ് എന്ന് ഓർക്കുക, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് ഓർക്കുക. എന്തേ നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു കുട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, ഫീലിംഗ് സാഡ് ഫോർ കാറ്റോൺ. എന്തിനാ കാറ്റോണിനോട് അതിന് സങ്കടം വന്നിരിക്കുന്നത്? കാറ്റോണിന്റെ സൈസ് ചെറുതായി പോയല്ലോ, ആനയോന്റെ സൈസ് കൂടുതലുമാണ്, എന്നാൽ പാവപ്പെട്ട കാറ്റോണിന്റെ സൈസ് കുറവാണെന്ന്. അന്നേരം നമുക്ക് പറയാം, ആനയോൺ പറയാണ് ഐ ഗോട്ട് എ ലാർജർ സൈസ് ദാൻ യു എന്ന് കാറ്റോൺ പറയുന്നു. കാറ്റോൺ പറയാണ് ഐ ആം സ്മോൾ. കാറ്റോൺ സമ്മതിച്ചു അല്ലെ? എന്തായിരിക്കും അതിന് കാരണം? ആ കാരണം നമ്മൾ പറഞ്ഞു എന്താ? ആനയോണിന്റെ ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണമാണ് ആനയോണിന്റെ സൈസ് കൂടുന്നത്. കാറ്റോൺ, ദ കാറ്റോൺ വിത്ത് ദ ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ്, കാറ്റോണിന്റെ പോസിറ്റീവ് ചാർജ് അല്ലെ, ഹാവ് എ സ്മോളർ റേഡിയസ് ബിക്കോസ് ദ ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഒരു ചാർജ് കൂടുതലാണ്. ഇവിടുന്ന് ഇലക്ട്രോൺ പോയാലും ന്യൂക്ലിയസിന് ചാർജ് കൂടുതലായതുകൊണ്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അങ്ങോട്ട് വലിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ കാറ്റോണിന്റെ സൈസ് ചെറുതാകുന്നു. Anion with the greater negative charge will have the larger radius. In this case, the net repulsion of the electrons will outweigh the nuclear charge. Repulsion ഉണ്ടാകുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആനിയോണിനകത്ത്. അതുകൊണ്ടാണ് അവിടെ and thus ion will expand in size. നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, കാറ്റോണിന്റെ സൈസ് കുറവ് കാരണം ഡ്യൂ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇനി ആനിയോണിന്റെ സൈസ് കൂടുതൽ കാരണം എന്താണ്? ഡ്യൂ ടു ഇലക്ട്രോൺ റിപ്പൽഷൻ. The size of an anion will be larger than that of the parent atom because the addition of one or more electron would result in increased repulsion among the electrons and decrease in effective nuclear charge. Effective nuclear charge ആനിയോണിനകത്ത് കുറയുന്നു. ഫ്ലൂറൈഡ് അയോൺ എന്ന് പറഞ്ഞാല് ഫ്ലൂറിൻ ആറ്റം ഒരു ഇലക്ട്രോണെ സ്വീകരിച്ച് F- ആകുന്നതിനാണ് ഫ്ലൂറൈഡ് അയോൺ എന്ന് പറയുന്നത്. അതിന്റെ അയോണിക് റേഡിയസ് 136 പൈക്കോമീറ്റർ ആണ്. ഈ ഫ്ലൂറിന്റെ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് 64 പൈക്കോമീറ്റർ ആണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്ലൂറിൻ ആറ്റത്തിനേക്കാളും സൈസ് കൂടുതലാണ് ഫ്ലൂറൈഡ് അയോണിന്. ഇനി സോഡിയത്തിന്റെ ആറ്റോമിക് റേഡിയസ് 186 പൈക്കോമീറ്റർ ആണ്. സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയപ്പോൾ സോഡിയം പ്ലസ് ആയി മാറി. ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ Na+ന്റെ സൈസാണ്, അയോണിക് സൈസാണ് 95 പൈക്കോമീറ്റർ. ഇതിൽ നിന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കിയത്? പേരന്റ് ആറ്റത്തിനേക്കാളും സൈസ് കുറവാണ് കാറ്റയോണിന്, പേരന്റ് ആറ്റത്തെക്കാളും സൈസ് കൂടുതലാണ് ആനയോണിന്. ഇത്രയും കാര്യം നമ്മൾ ഈ വാല്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മളിനി അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിനെ അല്ലെങ്കിൽ അയോൺസിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും ഈ O2- F- ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണെന്ന് നമുക്കറിയാം. ഈ -2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 2 ഇലക്ട്രോണും കൂടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ O-2 എത്ര ഇലക്ട്രോൺ കാണും? 10 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇനി F- എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 9 ആണ്, നമുക്ക് അറിയാം. മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടി. അന്നേരം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 10. അന്നേരം O2- F- 10 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് O2- F- നമ്മൾ ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്ന് പറയും. ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്ന് പറഞ്ഞാൽ അയോൺസ് ഹാവിംഗ് സിമിലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് അയോൺസ്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് അയോൺസ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഇനി ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഏതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് K+, Mg2+, Ca2+, S2- Ar. ഇത്രയും
സ്പീഷീസ് വന്നിട്ട് ഇതിനകത്ത് ഏതാണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ആ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്നാ ചെയ്യുന്നത്? K പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പൊട്ടാസ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയതാണ് K പ്ലസ്. 19 ആയിരുന്നു ആറ്റോമിക് നമ്പർ. 19 ആറ്റോമിക് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരുന്നു. പക്ഷെ ഇത് പ്ലസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് പോയി. ഒരു ഇലക്ട്രോൺ പോയെങ്കിൽ 19 മൈനസ് 1 എത്രയാണ്? 18 ഇലക്ട്രോൺ K പ്ലസിനകത്തുണ്ട്. Mg2+ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, 12 ആണ് ആറ്റോമിക് നമ്പർ, 2 ഇലക്ട്രോൺ പോയി, അന്നേരം അവിടെ എത്രയുണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ കാൽസ്യം 2+. കാൽസ്യം 2+ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കണം, കാൽസ്യം 2+ന്റെ ആറ്റോമിക് നമ്പർ 20 ആണെന്ന് ഓർക്കണം കേട്ടോ. 20 ആണെങ്കിൽ 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോയാൽ അതിൽ 18 ഇലക്ട്രോൺ ഉണ്ട്. S2- സൾഫറിന്റെ ആറ്റോമിക് നമ്പർ 16 ആണെന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അന്നേരം 16 2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ കൂടെ കിട്ടി. അന്നേരം 16 + 2 എത്രയാണ്? 18 ഇലക്ട്രോൺ. ആർഗണ് നമുക്ക് ചാർജ് ഒന്നും ഇല്ല, പക്ഷെ ആർഗന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 18 ആണ്. 18 ആവുമ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ കാണും? 18 ഇലക്ട്രോൺ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു സോഡിയം കൂടെ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോ. സോഡിയം പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണെന്ന് ഓർക്കണം. സോഡിയം 11 ആണെങ്കിൽ സോഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ഇലക്ട്രോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ എങ്ങനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സെയിം ഇലക്ട്രോൺസ് ഉള്ളതിനെ നമ്മൾ വേർതിരിക്കാൻ പോവാം. നമുക്ക് അന്നേരം വേർതിരിക്കാൻ സാധിക്കും. സോഡിയം പ്ലസ് ആണെങ്കിൽ 10 ഇലക്ട്രോൺ ആണ്. അതുപോലെ മഗ്നീഷ്യം 2+ ആണെങ്കിൽ 10 ഇലക്ട്രോൺ. അതുകൊണ്ട് നമുക്ക് പറയാം സോഡിയം പ്ലസും മഗ്നീഷ്യം 2+ എന്താണ്? അത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇനി അടുത്ത ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോൺസും എത്രയാണ്? 18 ഇലക്ട്രോൺസ്. ആർക്കൊക്കെ ഉള്ളത്? K+, കാൽസ്യം 2+, S2-, ആർഗൺ, ഇവയ്ക്കെല്ലാം 18 ഇലക്ട്രോൺ ആണ്. ഇവരെല്ലാവരും എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഓക്കെ, നിങ്ങൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഹാവിംഗ് സിമിലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് എലമെന്റ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി ഇപ്പൊ നമ്മൾ കാറ്റോണിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? സോഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ എന്നാ? സോഡിയം 11 ആറ്റോമിക് നമ്പർ ആയിരുന്നു. പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു ഇലക്ട്രോൺ പോയി. ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു ഇലക്ട്രോണെ മാറ്റിയിട്ട് അത് അയോൺസ് ആയിരുന്നതിനാണ് കാറ്റോൺ എന്ന് പറയുന്നത്. അങ്ങനെ അയോൺസ് ആകണമെങ്കിൽ അതിന് എനർജി കൊടുക്കണം. ആ എനർജിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അന്നേരം ചുരുക്കത്തിൽ നമുക്ക് പറയാം, ഒരാറ്റം അയോൺ ആകാനുള്ള എനർജിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം അല്ലെ? അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെന്റ് ഇസ് ദ എമൗണ്ട് ഓഫ് എനർജി that an isolated gaseous atom requires to lose an electron in its ground state. Losing of electron result in the formation of cation. അയണൈസേഷൻ നടക്കുകയാണ്. അയണൈസേഷൻ നടക്കുന്നത് എ എന്ന് പറയുന്ന ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിനാണ്. എക്ക് അയണൈസേഷൻ നടന്നു, അതായത് ഒരു ഇലക്ട്രോൺ പോയി. അത് A++ ഈ ഇലക്ട്രോൺ ആയി മാറി. A+ എന്ന് പറയുന്നത് എന്തായി മാറി? കാറ്റയോൺ. പ്ലസ് ചാർജ് ഉള്ളത് തന്നെയാണ് പറഞ്ഞത്, കാറ്റയോൺ ആയി മാറി. എനർജി റിക്വയർഡ് ബൈ ആൻ ആറ്റം ടു ഫോം A+ അയോൺ. അതാണ് അയണൈസേഷൻ എനർജി. ഇപ്പം എ എന്ന് പറയുന്നത് A+ ആവുകയാണെങ്കിൽ അതിന്റെ എനർജിനെയാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി അയണൈസേഷൻ എൻതാൽപ്പിയുടെ യൂണിറ്റ് ഓർത്തിരിക്കുക, കിലോ ജൂൾ പെർ മോൾ ആണ്. കിലോ ജൂൾ പെർ മോൾ ആണ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ യൂണിറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് പഠിച്ചു. അതിനകത്ത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇലക്ട്രോൺ പോകുന്നതിന് ആവശ്യമായ എനർജിനെയാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ A+ ഗ്യാസ് നിൽക്കുക, അതിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടെ അങ്ങ് പോയപ്പോൾ ഈ A+ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലെ? അന്നേരം അത് എന്തായി മാറി? A2+ ആയി മാറി, പ്ലസ് ഇലക്ട്രോൺ. ഈ A2+ ആകാൻ ആവശ്യമായ എനർജിനെയാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അങ്ങനെ സെക്കൻഡ് അയണൈസേഷൻ, 3 ഇലക്ട്രോൺ പോകുന്നതിനാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അങ്ങനെ അങ്ങനെ പോകുന്നു. നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, a specific amount of energy to remove an electron from an atom. Hence, the ionization enthalpy of chemical elements are always positive. Note ചെയ്യുക, the second most outer electron will be more attracted to the nucleus than the first outer electron. A+ ആകുന്നതിനേക്കാളും എനർജി കൂടുതൽ വേണം A+, A2+ ആകാൻ. എന്തായിരിക്കും കാരണം?
the second most outer electron will be more attracted to the nucleus. ഈ രണ്ടാമത്തെ ഇലക്ട്രോൺ ആയിരിക്കും അകത്തുള്ള ഇലക്ട്രോൺ കൂടുതൽ അട്രാക്റ്റഡ് ആയിരിക്കും ന്യൂക്ലിയസിന്. ആ ഇലക്ട്രോണെ നമ്മൾ പറിച്ചെടുക്കണമെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമുണ്ട്. കാരണം ന്യൂക്ലിയസിന്റെ പവർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതിനെ ഓവർകം ചെയ്യുന്ന എനർജി വേണം നമുക്ക് കൊടുക്കാൻ. അന്നേരം അത് ആ സെക്കൻഡ് എനർജി ആയിരിക്കും കൂടുതൽ. ഇനി തേർഡ് ആണെങ്കിലോ A3+ ആകാനാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 3 അയണൈസേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ ΔH എന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ΔH3 is greater than ΔH2, that is greater than ΔH1. ഏറ്റവും കൂടുതലുള്ളതായിരിക്കും ΔH3, അത് കഴിഞ്ഞിട്ടായിരിക്കും ΔH2 കുറവായിരിക്കും, ഏറ്റവും കുറവ് ΔH1. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഒക്കെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ് കേട്ടോ. കാരണം അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലാസ്റ്റ് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിന് അകത്തുള്ള എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒക്ടറ്റ് റൂളിനെ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒക്ടറ്റ് സ്റ്റെബിലിറ്റി. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ബാലൻസ് ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അന്നേരം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. Energy is always required to remove electron from an atom and hence ionization enthalpy are always positive. കൊടുക്കുക, അതുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത്. The second ionization enthalpy will be higher than the first ionization enthalpy because it is more difficult to remove an electron from a positively charged ion than from a neutral atom. The same way, the third ionization enthalpy will be higher than the second and so on. The term ionization enthalpy is not qualified is taken as the first ionization enthalpy. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാഫ് കാണുകയാണ്. ഈ ഗ്രാഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വിത്ത് ആറ്റോമിക് നമ്പർ ഫോർ എലമെന്റ്സ് വിത്ത് Z equal to 1 to 60. എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ 1 to 60 വരെയുള്ള ഇതിന്റെ വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇവിടെ നമ്മൾ ആറ്റത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്ന വാലൻസ് ഷെൽ അല്ലേ, ഈ ന്യൂക്ലിയസിന് ഒരു ചാർജ് ഉണ്ട്. ന്യൂക്ലിയസ് എന്നിട്ട് ന്യൂക്ലിയസിന് ഇലക്ട്രോണിന്റെ മേലെ എപ്പോഴും ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം കാരണം ആറ്റം എന്തായിട്ട് നിൽക്കുന്നത്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു എന്ന് പറയുന്നത്. ഷീൽഡിംഗ് എഫക്റ്റ് എന്താണ് നമുക്ക് നോക്കാം. ഇൻ മൾട്ടി ഇലക്ട്രോൺ ആറ്റം ദ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ and they do not experience a full positive charge, hence they are shielded or screened away from the nucleus. ഈ വാലൻസ് ഷെല്ലിനെ സ്ക്രീൻ ചെയ്ത് അകത്തെ ഇന്നർ ആയിട്ടുള്ള ഓർബിറ്റൽസ് നിൽക്കുന്നു. അതാണ് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ സെയിം സബ്ഷെൽ ദ p electron will get shielded away by the electrons as p electron is away from the influence of nucleus and hence it does not experience a complete positive charge. ഇപ്പം p ഓർബിറ്റിന് മുമ്പിൽ ആരാ ഉള്ളത്? ന്യൂക്ലിയസിന് തൊട്ടടുത്ത് എസ് ഓർബിറ്റിലുണ്ട് അല്ലേ. ഈ എസ് ഓർബിറ്റിൽ പിക്കും ന്യൂക്ലിയസിനും ഇടയ്ക്ക് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻ ദ സെയിം സബ് ഷെൽ ഓഫ് ദ p electrons will get shielded away by the s electron. ഓക്കെ, നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാം. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നടുക്ക്, ഇലക്ട്രോൺസ് ബാക്കി ഷെല്ലിൽ ഇലക്ട്രോൺസ് പുറത്ത്. ഇവിടെ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ന്യൂക്ലിയസ് ക്യാൻസൽ സം ഓഫ് ദ പോസിറ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഈ ന്യൂക്ലിയസിന് എപ്പോഴും ബാക്കി ഷെല്ലിലെ ഇലക്ട്രോണിന്റെ മേലൊരു ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൊണ്ടാണ് ഇത് വിട്ടുപോകാതെ ഇവർ ഒരുമിച്ച് ഒറ്റ ആറ്റമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ബാക്കി ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഇടയ്ക്ക് വേറെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഓർബിറ്റലിൽ നിൽക്കുക. ആ ഓർബിറ്റൽസ് കാരണം ഇതിന്റെ അവിടെ സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടാകുന്നു. സ്ക്രീനിങ് എഫക്റ്റ് ആണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. Ionization and atomic radius are correlated in two ways: the attraction of electrons towards the nucleus and the repulsion of electrons from each other. The effective nuclear charge experienced by a valence electron in an atom will be less than the actual charge on the nucleus because of shielding or screening of valence electron from the nucleus by the intervening core electrons. ഇടയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് കാരണം അവിടെ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് നടക്കുന്നു. When we move from lithium to fluorine across a second period,
Successive electrons are added to orbitals in the same principal quantum level. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് atomic radius കുറയുന്നു പറഞ്ഞത്. And the shielding of the nuclear charge by the inner core of the electron does not increase very much to compensate for the increased attraction of the electrons to the nucleus. അതുകൊണ്ട് അവിടെ atomic radius കുറയുന്നു, effective nuclear charge കൂടുന്നു, സെയിം ലെവലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. Thus, across a period, increasing nuclear charge outweighed the shielding. Consequently, the outermost electrons are held more and more tightly and the ionization enthalpy increases across a period. ഒരു പീരീഡിനകത്ത് ആറ്റോമിക് റേഡിയസ് കുറയുന്നു, പക്ഷേ അയനൈസേഷൻ എനർജി കൂടുന്നു. ഓർക്കുക, അയനൈസേഷൻ എനർജി കൂടുന്നു, കാരണം ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് തന്നെയാണ്. The effective nuclear charge experienced by a valence electron in an atom will be less than the actual charge on the nucleus because of shielding or screening of the valence electron from the nucleus by the intervening core electrons. Okay? നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ് പീരീഡിലെ എലിമെന്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ലിഥിയത്തിന് ആറ്റോമിക് നമ്പർ 3, നിയോണിന് 10 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള എലിമെന്റ്സിനെയാണ് നമ്മൾ സെക്കൻഡ് പീരീഡിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് കാണുവാണ്. ആറ്റോമിക് നമ്പറും നമ്മുടെ അയനൈസേഷൻ എൻതാൽപ്പിയും. അയനൈസേഷൻ എൻതാൽപ്പി ലിഥിയത്തിന് ഏറ്റവും കുറവാണ്, നിയോണിന് ഏറ്റവും കൂടുതലുമാണ്, അല്ലേ? നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഒരു പീരീഡിനകത്തെ അയനൈസേഷൻ എൻതാൽപ്പി കൂടി 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 വരുന്നു. നേരം പക്ഷേ ഇവിടെ കുറച്ച് 2-3 എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ലിഥിയം കഴിഞ്ഞ് ബെർലിയം കഴിഞ്ഞ് അടുത്ത് ആരാണ് വരേണ്ടിയിരുന്നത്? ബോറോൺ ആണ് വരേണ്ടിയിരുന്നത് കേട്ടോ. ബോറോൺ വരാതെ ബോറോൺ എങ്ങോട്ടാണ് വരേണ്ടിയിരുന്നത്? ബെർലിയത്തെക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ കുറയുന്നു. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമുക്ക് സ്റ്റെബിലിറ്റി പഠിച്ചായിരുന്നു അല്ലേ? ഏതാ? ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റിയും കംപ്ലീറ്റ്ലി ഫീൽഡ് സ്റ്റെബിലിറ്റിയും. നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്, 1s2 2s1. ബെർലിയം 1s2 2s2. ബോറോൺ 1s2 2s2 2p1. ഈ ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണിനെ എടുക്കാൻ, ഈ ബെർലിയത്തിന് എടുക്കാൻ വരുമ്പം എന്താണ്? 1s2 2s2 ആണ്. 2s2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫീൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാണ്. അതുകൊണ്ട് ആ കംപ്ലീറ്റ്ലി ഫീൽഡ് സ്റ്റെബിലിറ്റിയെ തകർത്തുകൊണ്ട് വേണം ബെർലിയത്തിന്റെ നിന്ന് ഇലക്ട്രോൺ എടുക്കാൻ. അതുകൊണ്ടാണ് അതിന്റെ അയനൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. ഈ ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ 2p1 വന്നിരിക്കുന്നത്. നമുക്കറിയാം 2p-യിൽ ഇലക്ട്രോൺ എടുക്കാനാണ് എസിലെ ഇലക്ട്രോണിനേക്കാളും എളുപ്പം. അതുകൊണ്ടാണ് ബോറോണിന്റെ അയനൈസേഷൻ എൻതാൽപ്പി കുറച്ച് കുറഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെ 899 ആണ് നമ്മുടെ അയനൈസേഷൻ എൻതാൽപ്പി, ബോറോണിന്റെ 801. ഓക്കെ, അത് കഴിഞ്ഞടുത്ത് കാർബൺ കൂടുവാണ്. അത് സാധാരണ പോലെ തന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി കൂടി കൂടി വരുന്നു. നൈട്രജൻ ഇതേ ഇവിടെ കൂടി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓക്സിജൻ ഇവിടെ എന്താണ്? കുറഞ്ഞു. എന്തായിരിക്കും കാരണം? നമുക്ക് ഇവിടെ തന്നെ പറയാം. നൈട്രജന്റെ അയനൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അതിന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. അതിന് ഇതിന് ബാഹ്യ ഷെല്ലിൽ 3 ഇലക്ട്രോൺ 2p3 ആണ് വരുന്നത്. 2p3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി അല്ലേ? ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി വരുന്നു. ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി വരുമ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ എടുക്കുക എന്ന് പറയുന്നത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റിക്ക് ദോഷകരമാവും. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോണെ എടുക്കുമ്പോൾ ഹൈ അയനൈസേഷൻ എൻതാൽപ്പി വേണം. നൈട്രജന്റെ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി മാറ്റിക്കൊണ്ട് വേണം ഇലക്ട്രോണെ എടുക്കാൻ. അതുകൊണ്ടാണ് അയനൈസേഷൻ എൻതാൽപ്പി കൂടുതൽ. ഇനി ഓക്സിജനകത്ത് വരുമ്പോൾ എന്താണ്? 2p4 ആവുന്നത്. 2p4 ആകുമ്പോൾ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഓക്സിജനിലെ അയനൈസേഷൻ എൻതാൽപ്പിയാണ് ഇവിടെ കുറവ് വരുന്നത് കേട്ടോ. അയനൈസേഷൻ എൻതാൽപ്പി അല്ല, നമ്മളിപ്പം ഇങ്ങോട്ട് നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് എന്താണ് ഗ്രാഫ് വരേണ്ടത്? നൈട്രജൻ കഴിഞ്ഞ് കൂടി വരണമായിരുന്നു. പക്ഷേ നൈട്രജന്റെ അയനൈസേഷൻ എൻതാൽപ്പിയേക്കാളും കുറവാണ് ഓക്സിജന്റെ അയനൈസേഷൻ എൻതാൽപ്പി. 1314 ആണ് ഓക്സിജന്റെ അയനൈസേഷൻ എൻതാൽപ്പി. നൈട്രജന്റെ 1402 ആണ്. ഈ 2 എക്സെപ്ഷണൽ ബിഹേവിയർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി ഫ്ലൂറിനും നിയോണും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൂടിക്കൂടി വരുന്നു. അന്നേരം നമ്മൾ സെക്കൻഡ് പീരീഡിനകത്ത് ഓർത്തിരിക്കേണ്ടത് ബെർലിയവും ബോറോണും ഓർത്തിരിക്കുക, അതുപോലെ നൈട്രജനും ഓക്സിജനും ഓർത്തിരിക്കുക. അതിന്റെ സ്റ്റെബിലിറ്റി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റെബിലിറ്റി വെച്ചാണ് നമ്മളത് പറയുന്നത്. When we consider the same principal quantum level, S electron is attracted to the nucleus more than a p electron. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. In beryllium, the electron removed during the ionization is an S electron
Whereas electron removed during ionization of boron is a p electron. ബെർലിയത്തിന്റെ കാര്യത്തിനകത്ത് എസിൽ നിന്ന് വേണം ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ, ബോറോണിന് p electron. The penetration of a 2s electron to the nucleus is more than that of 2p electron. Hence, the 2p electron of boron is more shielded from the nucleus by the inner core of the electron. Shielding effect വെച്ച് പറയുകയാണ്. Than the 2s electron of beryllium. Therefore, it is easier to remove the 2p electron from boron. 2p ഇലക്ട്രോണിൽ നിന്ന് ബോറോണിലെ ഇലക്ട്രോണെ മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ടാണ് ബോറോണിന്റെ ഇത് അയനൈസേഷൻ എൻതാൽപ്പി ബെർലിയത്തെ അപേക്ഷിച്ച് നമ്മളിവിടെ കുറവ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. It is easier to remove 2p electron of boron than 2s electron of beryllium. The first ionization enthalpy of boron is slightly less than beryllium. ഓർത്തിരിക്കുക, through the former has a greater nuclear charge. ഇനി നമ്മുടെ സെക്കൻഡ് പീരീഡിന്റെ എലിമെന്റ്സിന്റെ അയനൈസേഷൻ എൻതാൽപ്പിയാണ് നമ്മൾ കാണുന്നത്. ആറ്റോമിക് നമ്പർ കൂടുന്ന അനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു. We will find maximum at the noble gas. നിയോണിനാണ് ഏറ്റവും കൂടുതൽ. Which have closed electron shells and very stable electronic configuration. ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള നല്ല സ്റ്റേബിൾ ഒക്ടറ്റ് റൂളാണ് നിയോണിനകത്തുള്ളത്. അന്നേരം അവിടെ നിന്ന് ഇലക്ട്രോണെ മാറ്റുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതുകൊണ്ടാണ് അതിന്റെ ഹൈ അയനൈസേഷൻ എൻതാൽപ്പിയാണ് നോബിൾ ഗ്യാസിന്. ഇനി ഏറ്റവും മിനിമം ആർക്കാണ്? ആൽക്കലി മെറ്റൽസിനാണ് ലോ അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. അതുകൊണ്ട് ഹൈ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? ഹൈ റിയാക്ടിവിറ്റി ആൽക്കലി മെറ്റൽസിനാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ നൈട്രജൻ. നമുക്ക് നൈട്രജന്റെ ഹാഫ് ഇൻസ്റ്റബിലിറ്റി വെച്ച് നമ്മൾ പറഞ്ഞല്ലേ. The smaller first ionization enthalpy of oxygen compared to nitrogen. This arises because of the nitrogen atom. 3 2p electrons reside in different atomic orbitals. Hans rule അനുസരിച്ച്. Whereas in the oxygen atom, 2 of the 4 2p electrons must occupy the same 2p orbital, resulting in an increased electron-electron repulsion. Consequently, it is easier to remove the fourth 2p electron from oxygen than it is remove one of the 3 2p electrons of nitrogen. നൈട്രജനിലെ ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അന്നേരം ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി തകർത്തുകൊണ്ട് അവർ ഇലക്ട്രോണെ മാറ്റുന്നത്. അന്നേരം അതിന് ഹൈ അയനൈസേഷൻ എൻതാൽപ്പി വേണം. അന്നേരം നമ്മളിപ്പം കണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ അയനൈസേഷൻ എൻതാൽപ്പി. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇതാണ് വൈ ആക്സിസിനകത്ത് അയനൈസേഷൻ എൻതാൽപ്പി, എക്സ് ആക്സിസിനകത്ത് ആറ്റോമിക് നമ്പർ. ലിഥിയം, ബെർലിയം അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു. പെട്ടെന്നാണ് ബോറോണിന് അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. കാരണം നമ്മൾ പറഞ്ഞു. അടുത്തത് കാർബണ് കൂടുന്നു, നൈട്രജന് കൂടുന്നു. നൈട്രജനേക്കാളും കുറവാണ് ഓക്സിജൻ. ആ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി, ഇത് കംപ്ലീറ്റ് ഫീൽഡ് സ്റ്റെബിലിറ്റി എന്ന് ഓർക്കുക എളുപ്പത്തിന്. നമുക്ക് എന്നിട്ട് ഏറ്റവും പിന്നെ കൂടി പോകുന്നു. എന്നിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെക്കൻഡ് പീരീഡിനകത്ത് അയനൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതും കൂടി വരുന്നു. അതിനകത്ത് ഒരു വേർതിരിവ് കാണിക്കുന്ന ബെർലിയവും ബോറോണും നൈട്രജനും ഓക്സിജനുമാണ്. അതുപോലെ ഇത് പീരീഡിനകത്തെ അയനൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷൻ ആണ്. ഇത് നമ്മളൊരു ഗ്രൂപ്പാണ് കാണിക്കുന്നത്. ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ആരൊക്കെ എലമെന്റ്സ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്? ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അന്നേരം ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? സീഷ്യത്തിനായിരിക്കും. ഓക്കെ, അന്നേരം ഒരു ഗ്രൂപ്പില് മുകളിൽ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. ഓർത്തിരിക്കുക, പീരീഡിനകത്ത് അയനൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നു ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച്. ഗ്രൂപ്പിനകത്ത് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. ഇനി ലിഥിയത്തിനെ പറ്റി. ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ. The 2s electron in lithium. എത്രയാണ് ലിഥിയത്തിന് ആറ്റോമിക് നമ്പർ? 3. 1s2 2s1 is shielded from the nucleus by the inner core of the electron. അതായത് 1s കൊണ്ട് 2sനെയും ന്യൂക്ലിയസിനെയും തമ്മിൽ സ്ക്രീൻ ചെയ്തിരിക്കുക. As a result, the valence electron experiences a net positive charge which is less than actual charge of +3. അതുകൊണ്ട് നമുക്കിവിടെ in general shielding is effective when the orbital in the inner shell are completely filled. This situation occurs in the case of alkali metals which have single outermost ns electron preceded by a noble gas electronic configuration. അതുകൊണ്ട് ഈ ലിഥിയത്തിനകത്ത്
ഇവരുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ എല്ലാവരുടെയും NS1 എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് ആ NS1ന്റെ ഇലക്ട്രോൺ മാറ്റുന്നതിന് എനർജി വളരെ കുറവായിരിക്കും. കാരണം ബാക്കി അകത്തോട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർക്ക് തുല്യമാണ്? നോബിൾ ഗ്യാസിന് തുല്യമാണ്. അതായത് 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. 8 ഇലക്ട്രോൺ വരുമ്പോൾ ആ 8 ഇലക്ട്രോൺ കിട്ടാനാണ് അതിനിഷ്ടം. അതുകൊണ്ട് അതിന്റെ അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കും നമ്മുടെ ആൽക്കലി മെറ്റൽസിന്. As we go down a group, the outermost electron being increasingly farther from the nucleus, there is an increased shielding of the nuclear charge by the electron in the inner shell. ഇതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നത്. Increase in shielding outweighed the increase in nuclear charge, and the removal of outermost electron requires less energy down a group. Therefore, the penetration of 2s electron to the nucleus is more than that of 2p electron. Hence, the 2p electron of the boron is more shielded from the nucleus by the inner core of the electron. നമ്മളിപ്പം ബോറോണിനെയും ബെറിലിയത്തെയും തമ്മിലുള്ള ഇതും ഇവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വെച്ച് നമുക്ക് പറയാം, ഷീൽഡിങ് വെച്ച്. ഇത്രയും കാര്യം നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയെ പറ്റി പഠിച്ചല്ലേ. എന്നിട്ട് നിങ്ങൾ ആ ഗ്രാഫ് കറക്റ്റായിട്ട് പഠിക്കണം. ഗ്രാഫ് പഠിച്ച് എക്സെപ്ഷൻ ബിഹേവിയർ കാണിക്കുന്ന നമ്മൾ പിന്നെയും റിപ്പീറ്റ് അടിച്ച് പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതൊക്കെ ഓർത്തിരിക്കുക. ബെർലിയം, ബോറോൺ, അതുപോലെ തന്നെ ഓക്സിജൻ, നൈട്രജൻ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇപ്പം നേരത്തെ പഠിച്ചെന്തായിരുന്നു? അയണൈസേഷൻ എൻതാൽപ്പി ആയിരുന്നു. ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നതിന് ആവശ്യമായ എനർജീനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. അതാണ് അയണൈസേഷൻ എൻതാൽപ്പി പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഇനി ഇതേ നമ്മൾ വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയെ പറ്റി പഠിക്കുകയാണ്. അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇപ്പം നിങ്ങൾക്കറിയാം ഹാലജൻസ്, ഓക്സിജൻ, ഹാലജൻ ഏത് ഗ്രൂപ്പാ? 17ാം ഗ്രൂപ്പാ ഹാലജൻസ്. ഈ 17ാം ഗ്രൂപ്പിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻസ് അല്ലാത്ത 7 ഇലക്ട്രോൺ ഉണ്ട്. ഒറ്റ ഇലക്ട്രോണും കൂടെ കുട്ടിയാൽ എന്തായിരിക്കും അതിന് സംഭവം? അതിന് 8 ഇലക്ട്രോൺ കിട്ടും, സ്റ്റേബിൾ ആയിട്ടുള്ളത്. എപ്പോഴും ഹാലജൻസ് 8 ഇലക്ട്രോണെ കിട്ടാൻ വേണ്ടി 1 ഇലക്ട്രോണെ സ്വീകരിക്കാൻ വളരെ തയ്യാറാണ്. ഇതിന്റെ അതുപോലെ തന്നെ ഓക്സിജനും 2 ഇലക്ട്രോണെ കിട്ടിയാൽ എന്താണ്? 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അതിനും എന്താണ് ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി നമ്മുടെ ഹാലജൻസിനും 16ാം ഗ്രൂപ്പായിട്ടുള്ള ഓക്സിജൻ ഫാമിലിക്കൊക്കെ വളരെ കൂടുതലാണ്. When an electron is added to a neutral gaseous atom to convert it into a negative ion, the enthalpy change accompanying the process is defined as the electron gain enthalpy. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദ ഈസ് വിത്ത് വിച്ച് ആൻ ആറ്റം ആഡ്സ് ആൻ ഇലക്ട്രോൺ ടു ഫോം ആനിയോൺ. ഫോർ എക്സാമ്പിൾ എക്സ്, അത് അതിനകത്തോട് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ എക്സ് മൈനസ് ആകുന്നു, അതായത് ആനിയോൺ ആകുന്നു. ആനിയോൺ ആകുമ്പോൾ അവിടെ നടക്കുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ എനർജി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഡിപ്പെൻഡിങ് ഓൺ ദി എലമെന്റ്, ദ പ്രോസസ് ഓഫ് ആഡിങ് ആൻ ഇലക്ട്രോൺ ടു ദ ആറ്റം ക്യാൻ ബി either endothermic or exothermic. Added to the atom and the electron gain enthalpy is negative. For example, group 17 elements are halogens have very high negative electron gain enthalpy because they can attain stable noble gas electronic configuration by picking up an electron. Halogens വളരെ ഇഷ്ടമാണ് ഇലക്ട്രോൺ സ്വീകരിക്കാൻ. അതുകൊണ്ട് അതിന്റെ ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഇവിടെ ഉള്ളത്. ഇനി നോബിൾ ഗ്യാസ് എന്നാൽ ഇലക്ട്രോണെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാരുണ്ട്. അതാരാ? നോബിൾ ഗ്യാസ്. കാരണം എന്താ? നോബിൾ ഗ്യാസ് നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന റോയൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. എന്നാൽ അതിന് ഇലക്ട്രോണെ ആവശ്യമില്ല. ഇനി നോബിൾ ഗ്യാസസ് ഹാവ് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ശ്രദ്ധിക്കുക, നമ്മളിപ്പം നേരത്തെ പഠിച്ചത് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായിരിക്കും? ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. എന്നാൽ ഇഷ്ടമില്ലാത്ത നോബിൾ ഗ്യാസിനകത്തോട് ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ ഹൈ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേണം ഉണ്ടാവും. The large positive electron gain enthalpy for noble gas because the electron has to enter the next higher principal quantum number level. പഴയ ലെവലിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല, പുതിയ ലെവൽ സ്വീകരിക്കണം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വേണം, എങ്കിലേ ഇലക്ട്രോൺ ഇരിക്കാൻ സ്ഥലം കിട്ടത്തുള്ളൂ. ഇലക്ട്രോൺ സ്വീകരിച്ചാൽ it may be noted that electron gain enthalpy have large negative values towards the upper right of the periodic table preceding the noble gas. നോബിൾ ഗ്യാസിന്റെ മുമ്പുള്ളതിന് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്, എന്നാൽ നോബിൾ ഗ്യാസിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഓർത്തിരിക്കുക. Electron gain enthalpy becomes more negative with increase in the atomic number across a period. പീരിയോഡിക് ടേബിളിനകത്ത് നെഗറ്റീവ് ആകുന്നത് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
The effective nuclear charge increases from left to right across a period, and consequently it will be easier to add an electron to a smaller atom, since the added electron on an average would be closer to the positively charged nucleus. അന്നേരം നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആകുന്നത്. നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ കാര്യമാണ് പഠിച്ചത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലാർജ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് നമ്മുടെ ഹാലജൻസും ഗ്രൂപ്പ് 16 ഒക്കെ കാണുന്നത്. കാരണം ആവശ്യം ഇലക്ട്രോണിന് അതിന് ആവശ്യമുണ്ട്. അതിനാവശ്യമുള്ളപ്പോൾ ലാർജ് ഇലക്ട്രോൺ ഗെയിൻ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കാണിക്കുന്നു. എന്നാൽ നമ്മുടെ നോബിൾ ഗ്യാസിന് ഇലക്ട്രോണിന് വലിയ ആവശ്യമില്ല. എന്നാൽ അതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വേണ്ടത്? ഈ ഇലക്ട്രോൺ ഇരിക്കാൻ പുതിയ ഷെല്ലൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ലാർജ് പോസിറ്റീവ് വാല്യൂ ആണ് അവിടെ വേണ്ടത്. പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആവശ്യമാണ്. ആവശ്യക്കാർക്ക് കൊടുക്കുക അല്ലെ. ഇവിടെ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്തായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി? എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം in a chemical bond to attract shared electrons to itself is called electronegativity. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരുമിച്ച് കൂടിയ ഹൈഡ്രജൻ മോളിക്കൂൾ ഉണ്ടായാൽ അവ തുല്യമായിട്ട് അതിന്റെ ബോണ്ട് ഇലക്ട്രോണെ പങ്കിടും. എന്നാൽ പൊളാരിറ്റി അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തങ്ങളായ ആറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനും ക്ലോറിനും ആണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിനാണ് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ഇലക്ട്രോണിനെ ക്ലോറിൻ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നു. അന്നേരം അവിടെ പറയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആർക്കാണ്? ക്ലോറിനാന്ന് പറയും. എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺ ടു ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഫ്ലൂറിൻ ഹാസ് ദ ഹൈയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ 4. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കാണുന്നത്. The ability of an atom to attract electrons in a shared pair of shared, അതായത് ബോണ്ടിലെ ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം കണ്ട ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്താണ് കൂടി കൂടി വരുന്നു. അയനൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അയനൈസേഷൻ എൻതാൽപ്പിയും കൂടി കൂടി വരുന്നു. ഇനി ആറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്? ആറ്റോമിക് റേഡിയസ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കൂടി കൂടി വരുന്നു. ഇനി മെറ്റാലിക് ക്യാരക്ടർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. റൈറ്റിൽ നിന്ന് മെറ്റാലിക് ക്യാരക്ടർ. എന്നാൽ നോൺ മെറ്റാലിക്കോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. ആറ്റോമിക് റേഡിയസ് എവിടുന്നാണ് കൂടുന്നത്? ആറ്റോമിക് റേഡിയസ് നമ്മൾ പഠിച്ചു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നവരും ആറ്റോമിക് റേഡിയസ് കൂടുന്നു. ഇനി ഗ്രൂപ്പിൽ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും കൂടുന്നു. ആറ്റോമിക് റേഡിയസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും കൂടുന്നു. അതുപോലെ അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണ്. ഗ്രൂപ്പിൽ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ആറ്റോമിക് റേഡിയസ് മാത്രമേ ഉള്ളൂ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് വരുന്നത്? കൂടി കൂടി വരുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ തറച്ചു നിൽക്കണം. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏതിനും ആൻസർ എഴുതാൻ സാധിക്കും. പ്രോപ്പർട്ടീസ് വന്ന് ഓക്കെ. ഇപ്പൊ നമ്മൾ നോൺ മെറ്റാലിക് എലമെന്റ്സ് ഹാവ് സ്ട്രോങ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. Therefore, electronegativity is directly related to the non-metallic properties of the elements. ഫ്ലൂറിൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ ആയതുകൊണ്ട് നോൺ മെറ്റാലിക് എലിമെന്റ്സിനാണ് സ്ട്രോങ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ. Therefore, electronegativity is directly related to that non-metallic property of elements. It can be further extended to say that electronegativity is inversely related to the metallic property of elements. അതുകൊണ്ടാണ് the increase in electronegativity across a period is accompanied by an increase in non-metallic property. The decrease in electronegativity down a group. നമ്മളിപ്പം കണ്ടു താഴോട്ട് പോകുന്നതോറും ഗ്രൂപ്പിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതെന്താണ്? ബൈ എ ഡിക്രീസ് ഇൻ നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി. ഇനി അടുത്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? The valence equal to the number of electrons present in the outermost electron എണ്ണത്തിനെ
ആശ്രയിച്ചാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. The term oxidation state interchangeably means valence. Fluorine has oxidation state of -1. Okay, -1. Oxidation state determine the oxidation number of the element. Oxidation state ആണ് oxidation number എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പീരിയോഡ്സും ഗ്രൂപ്പും നിങ്ങൾ കാണുന്നല്ലേ. ഇവിടെ ഗ്രൂപ്പ് 1 എലമെന്റ് ആണ് ലിഥിയം. ഇത് പീരിയഡ് 2 ലിഥിയം നിൽക്കുന്നത്. ഈ ലിഥിയത്തിന് അടുത്ത ഗ്രൂപ്പാണ് 2. ഗ്രൂപ്പ് 2 മഗ്നീഷ്യം. ഈ മഗ്നീഷ്യത്തിന് ഏത് പീരീഡിലാണ് നിൽക്കുന്നത്? പീരീഡ് 3 നിൽക്കുന്നത്. ഈ ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ ഒരു സിമിലാരിറ്റീസ്, അവർ തമ്മിലൊരു ലൈക്ക് ഉണ്ടാകുന്നു. ലൈക്ക് ലിഥിയവും മഗ്നീഷ്യവും. അന്നേരം ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഡയഗണൽ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ പീരീഡ് 2 രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലിമെന്റ് ആണ് ബെർലിയം. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആളാണ് ബെർലിയം. ഈ ബെർലിയത്തിന് നമ്മുടെ ഗ്രൂപ്പ് 13 രണ്ടാമത്തെ എലിമെന്റ് ആണ് അലൂമിനിയം. പീരീഡ് 3 അലൂമിനിയം ഉള്ളത്. അലൂമിനിയവും ബെർലിയവും തമ്മിൽ ഒരു സിമിലാരിറ്റി, കുറച്ച് കാര്യങ്ങൾ സിമിലാരിറ്റീസ് വരുന്നു, ഒരു വഴിവിട്ട ബന്ധം പോലെ വരുന്നു. അതാണ് ബെർലിയം അലൂമിനിയം തമ്മിലുള്ള ഈ ബന്ധത്തിനാണ് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ്. അതുപോലെ ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 14 ബോറോണും സിലിക്കണും. ഇവിടെ പ്രത്യേകത ബോറോണിന്റെ പീരീഡ് 2 ആണ്, സിലിക്കന്റെ പീരീഡ് 3 ആണെന്ന് ഓർക്കുക. അടുത്തടുത്ത പീരീഡുകളാണ്, അടുത്തടുത്ത ഗ്രൂപ്പുകളും. അതുപോലെ കാർബണും ഫോസ്ഫറസും തമ്മിലും ചില കാര്യങ്ങളിൽ ഭയങ്കര സിമിലാരിറ്റീസ് വരുന്നു. അങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പിന് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ്. A diagonal relationship is said to exist between certain pairs of diagonally adjacent elements in the second and third periods of the periodic table. നിങ്ങളുടെ മനസ്സിലോട്ട് വരണം ആരൊക്കെ തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. These pairs exhibit similar properties. ഇപ്പം ബോറോണും സിലിക്കണും പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ ഫോമിംഗ് ഹാലൈഡ്സ് ദാറ്റ് ആർ ഹൈഡ്രോലൈസ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഹാവ് അസനിക് ഓക്സൈഡ്സ്. ബോറോണും സിലിക്കണും തമ്മിലുള്ള പ്രോപ്പർട്ടീസ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ ഹൈഡ്രോലൈസ്ഡ് ഇൻ വാട്ടർ, അസിഡിക് ഓക്സൈഡുമാണ്. ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള ചില സാമ്യങ്ങൾ കാണിക്കുന്നതിനാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന 2 എലമെന്റ്സ് ആണ് ലിഥിയവും മഗ്നീഷ്യവും. ലിഥിയം ഏത് ഗ്രൂപ്പാണ്? ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ്, മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ്. ലിഥിയം സെക്കൻഡ് പീരീഡിൽ നിൽക്കുന്നു, മഗ്നീഷ്യം തേർഡ് പീരീഡിൽ നിൽക്കുന്നു. ഇനി ലിഥിയവും മഗ്നീഷ്യവും മോണോക്സൈഡ് ഉണ്ടാകുന്നു. മോണോക്സൈഡ് ലിഥിയം ഉണ്ടാകുന്നു, മഗ്നീഷ്യവും ബോത്ത് ഫോം മോണോക്സൈഡ്. അതുപോലെ ലിഥിയവും മഗ്നീഷ്യവും ബോത്ത് റിയാക്ട് വിത്ത് നൈട്രജൻ ടു ഫോം നൈട്രൈഡ്സ്. ലിഥിയം നൈട്രൈഡ് അതുപോലെ മഗ്നീഷ്യം നൈട്രൈഡ് ഉണ്ടാകുന്നു, മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഇനി അടുത്ത മഗ്നീഷ്യവും ദേ ബോത്ത് ആരൊക്കെയാണ്? ലിഥിയവും മഗ്നീഷ്യവും ബോത്ത് റിയാക്ട് സ്ലോലി വിത്ത് വാട്ടർ. ദേ ഫോം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ് വിച്ച് ഡീകമ്പോസസ് ഓൺ ഹീറ്റിംഗ്. ഇത് ആ ഗ്രൂപ്പിൽ വേറെ എലിമെന്റ്സ് കാണിക്കുന്നില്ല, ഇവർ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. അതുപോലെ ഓക്സൈഡ്സ് ഓഫ് ബോത്ത് എലമെന്റ്സ് ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്സ്. ഈ ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഓക്സൈഡ്സ് ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്സ്. ഓക്കെ, ഇത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ലിഥിയോ മഗ്നീഷ്യോ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് പീരിയോഡിക് ടേബിളിനകത്ത് കാണുന്ന അനോമലസ് പ്രോപ്പർട്ടി. ഈ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് നമ്മൾ എടുക്കുകയാണ്. അതിനാൽ ലിഥിയത്തിന് മറ്റേ താഴെയുള്ള എലിമെന്റ്സിനെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും വ്യത്യാസം കാണിക്കുന്നു ലിഥിയം. ഈ താഴെയുള്ള എലിമെന്റ്സ്, അത് ആറ്റോമിക് നമ്പർ കൂടുതലുള്ള സോഡിയം പൊട്ടാസ്യം ഒക്കെ കാണിക്കുന്ന പല റിയാക്ഷൻസും ലിഥിയം കാണിക്കുന്നില്ല. അതിനെയാണ് അനോമലസ് പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന എലിമെന്റ്സിന് സ്മോൾ സൈസ് ആണ്, സ്മോൾ സൈസ് ഓഫ് ദീസ് ആറ്റംസ്. അതുപോലെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലാർജ് ചാർജ് റേഡിയസ് റേഷ്യോ കാരണമാണ് ഇത് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, വ്യത്യാസം കാണിക്കുന്നത്. അനോമലസ് ബിഹേവിയർ ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദർ സ്മോൾ സൈസ് ആൻഡ് പിന്നെ നമുക്ക് പറയാൻ സാധിക്കും അനോമലസ് പ്രോപ്പർട്ടി കാരണം സ്മോൾ സൈസിനകത്താകുമ്പോൾ അതിന് എന്തുമാത്രമേ കാണത്തുള്ളൂ? ലാക്ക് ഓഫ് ഡി ഓർബിറ്റൽ ഇല്ലാത്തതും ഇത് കാണിക്കുന്നു. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് അതർ ആൽക്കലി മെറ്റൽസ്, ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടി വ്യത്യാസം കാണിക്കുന്നു. അന്നേരം നമ്മളെപ്പോഴും പറയും ഒരു വീട്ടിലാണെങ്കിലും ഒരു കുഞ്ഞു വെച്ച് എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ പറയും അത് കുഞ്ഞല്ലേ എന്ന്. അതുപോലെ നമുക്ക് ലിഥിയത്തിന് പറയാം ലിഥിയം സ്മോൾ സൈസ് ആണെന്ന് അല്ലേ. ഈ ആൽക്കലി മെറ്റൽസോട് വ്യത്യാസം കാണിക്കുകയാണ്. ലിഥിയം ഈസ് ഹാർഡർ ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് ഹയർ ദാൻ അതർ ആൽക്കലി മെറ്റൽസ്. അതുപോലെ ഔട്ട് ഓഫ് ഓൾ ദ അതർ ആൽക്കലി മെറ്റൽസ് ഇറ്റ് ഈസ് എ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. ലിഥിയമാണ് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. അതുപോലെ ലിഥിയം ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്.
It is the only alkali metal that forms its monoxide. അതുപോലെ compared to other alkali metals, it is not capable of forming solid hydrogen carbonate. ഇതൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് മെമ്പർ ഓഫ് പി ബ്ലോക്ക് എലിമെന്റ്സ് എല്ലാം എന്ത് കാണിക്കുന്നു? അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നു. അതിന് കാരണം എബിലിറ്റി ടു ഫോം പി മൾട്ടിപ്പിൾ ബോണ്ട്. അതിവിടെ ഇതിന് ഡി ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട്, ഡി ഓർബിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് പി മൾട്ടിപ്പിൾ ബോണ്ട് കാണിക്കുന്നു. അതുപോലെ ഒരു ഗ്രൂപ്പിന്റെ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. പീരീഡിനകത്ത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എന്നാൽ ഗ്രൂപ്പിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. This is due to addition of electrons in various orbitals. Okay. Metals from basic oxide, non-metals form acidic oxide. Metals, അതായത് നമ്മുടെ സോഡിയം ഒക്കെ എന്താണ് ബേസിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ നോൺ മെറ്റൽ അസിഡിക് ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ് ഓക്സൈഡ്സ്. മെറ്റൽസ് ബേസിക് ഓക്സൈഡും അതുപോലെ നമ്മുടെ നോൺ മെറ്റൽസ് ആരൊക്കെയാണ്? നമ്മുടെ ഫ്ലൂറിൻ അങ്ങനെയുള്ളതൊക്കെ എന്താണ് അസിഡിക് ഓക്സൈഡും ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പല പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടല്ലേ. നേരം ഇതിനകത്ത് പീരീഡിനകത്ത് എങ്ങനെയാണ്? ഇതിന് ട്രെൻഡ്സ് ഇൻ പീരീഡ്. എന്താ പീരീഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റോ ഓഫ് ഇലമെന്റ്സ് ഇൻ പീരിയഡ് ടേബിൾ ആർ കോൾഡ് പീരീഡ്സ്. 7 പീരീഡ് ഉണ്ട്. അവിടെ നമ്മളിപ്പം കണ്ടത് വാലൻസ് ഇലക്ട്രോൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ആറ്റോമിക് നമ്പർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഇസ് എ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ വാലൻസി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വാലൻസി ഇൻക്രീസസ് ഫ്രം 1 to 4 and then decreases to 0. അതുപോലെ ആറ്റോമിക് സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആറ്റോമിക് സൈസ് കുറയുന്നു. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതുപോലെ നേച്ചർ ഓഫ് ഓക്സൈഡ്, ഓക്സൈഡ് നമ്മളിപ്പം പറഞ്ഞു ആൽക്കലി മെറ്റൽസ് എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് ആൻഡ് ദെൻ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഈ ഗ്രൂപ്പിനകത്താണെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ആണ് ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പ്. വാലൻസ് ഇലക്ട്രോൺ ഗ്രൂപ്പിൽ ഹാവ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. അതുപോലെ നമുക്ക് പറയാൻ സാധിക്കും വാലൻസി ഇലമെന്റ്സ് ഇൻ എ ഗ്രൂപ്പ് ഹാവ് സെയിം വാലൻസി. ആറ്റോമിക് സൈസ് ഇൻക്രീസ് ഫ്രം അപ് ടു ഡൗൺ. മെറ്റാലിക് ക്യാരക്ടർ ഓൺ ഗോയിങ് ഡൗൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. കെമിക്കൽ റിയാക്ടിവിറ്റി ഓൺ ഗോയിങ് ഡൗൺ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഇൻക്രീസസ്. നേച്ചർ ഓഫ് ഓക്സൈഡ് ഓൾ എലിമെന്റ്സ് ഇൻ ഗ്രൂപ്പ് ഹാസ് സെയിം നേച്ചർ ഓഫ് ഓക്സൈഡ്. ഓക്കെ. നമ്മളിപ്പം കണ്ടത് പീരിയോഡിക് ടേബിളിനകത്തെ നമ്മുടെ ഇലമെന്റ്സിന്റെ ഒക്കെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആയ അയനൈസേഷൻ, എൻതാൽപ്പി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.